പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായിടുന്നു. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായിടുന്നു. എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. യേശുവേ, ഞാനിനി എന്നും നിന്റേതു മാത്രം. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന 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 അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന, സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്ന, രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, ഉത്തരമുണ്ട്. ആ ഒരു നല്ല ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിലായിരിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയൊരവസരവും സമയവും സാഹചര്യവും ഒക്കെ ഒരുക്കി തന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, നമ്മളുടെ ശാലോം ടി വിയിലൂടെ 33 ദിവസം വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥന നടത്തി ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത, അതിലൂടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഒരുപാട് വ്യക്തികളെ, കുടുംബങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലുകൾ, സൗഖ്യങ്ങൾ, സന്തോഷം, സമാധാനം ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ഇന്ന് നടത്തുന്ന ഈ ആരാധന അതൊരു നിയോഗത്തോടു കൂടിയാണ്. ഇതിലിപ്പോൾ പങ്കെടുക്കുന്ന ഈ സമയം മുതൽ ജപമാല സഖ്യത്തിൽ പങ്കുചേർന്ന, ശാലോം ജപമാല സഖ്യത്തോട് പങ്കുചേർന്ന 10,000 വ്യക്തികൾ, കുടുംബങ്ങളുണ്ട്. അവരെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ദിവ്യകാരുണ്യ യേശുവിലേക്ക് ചേർത്ത് വച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോൾ ആദ്യമായി പങ്കെടുക്കുന്നവരാകാം. ഈ സഖ്യത്തിൽ ചേരാതെ ഇപ്പോഴായിരിക്കും അതിനെക്കുറിച്ച് അറിയുന്നത്. സാരമില്ല, നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം ചേർത്ത് വച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന സമയമാണ്. നിങ്ങളെല്ലാവരും
ശ്രദ്ധിക്കുക. ഈ സമയം ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടൊരു സമയമാണ്. നിങ്ങൾ ടി വിയുടെ മുമ്പിലോ യൂട്യൂബിലൂടെയോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഒരനുഗ്രഹം കൊണ്ട് അടയാളപ്പെടുത്താൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഭവനത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലായിരിക്കാം, ഹോസ്പിറ്റലിലെ ഒരു അന്തരീക്ഷമായിരിക്കാം, അതോ വലിയൊരു സങ്കടത്തിൽ ഒരു ഏകാന്തതയിലിരിക്കുന്നൊരു അന്തരീക്ഷമായിരിക്കാം. ഒരു വലിയ വഴക്കിന് ശേഷം വന്ന് ചുമ്മാ തുറന്നപ്പോൾ യാദൃശ്ചികമായി കാണുന്ന ഒരു സമയമായിരിക്കാം. ഏതായാലും ശരി, നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഒരു വലിയ നന്മ കൊണ്ട് അടയാളപ്പെടുത്താൻ സ്വർഗത്തിലെ ദൈവം കണ്ടൊരു സമയമാണ്. അതിനുവേണ്ടി നമ്മളെല്ലാവരും അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുക. കുടുംബത്തിലുള്ളവരെ, പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തുക. അറിയാവുന്നവരോടൊക്കെ ഇപ്പോൾ തന്നെ ഫോണിൽ വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് ഇട്ട് ഈ ഒരു ശുശ്രൂഷയിൽ ഒരു നിയോഗത്തോടെ പങ്കെടുക്കാൻ ഒന്ന് വിളിച്ചു പറയുക. അതിൻ്റെ ഈ ആരാധനയുടെ ഏറ്റവും ആദ്യ മിനിറ്റുകളാണിത്. ഇപ്പോൾ തന്നെ വിളിച്ചു പറയുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട്, പ്രിയപ്പെട്ടവരോട്, സുഹൃത്ത് വലയത്തിലുള്ളവരോട്, വിവിധ രാജ്യങ്ങളിലുള്ളവരോട് ശാലോം ടി വിയിലൂടെ ഇപ്പോൾ നടത്തുന്ന ആരാധനയെക്കുറിച്ചൊന്ന് പറയുക. അനേകായിരങ്ങൾ പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാവരോടും ഒന്ന് വിളിച്ചു ചേർക്കുക. മറ്റ് ജോലികളൊക്കെ ഒന്ന് മാറ്റിവെച്ച് നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിങ്ങളൊരു വലിയ വിടുതൽ അനുഭവിച്ചിരിക്കും. വലിയൊരു സൗഖ്യം നിങ്ങൾ നേടിയിരിക്കും. വലിയൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ മാത്രമല്ല എല്ലാ കുടുംബങ്ങളെയും ദൈവം കാണുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ മറ്റാർക്കോ അറിയില്ലെങ്കിലും യേശുവിന് നിന്നെ അറിയാം. ഏതെങ്കിലും വിഷയത്തിൽ പ്രതിസന്ധിയിലാണോ, സങ്കടത്തിലാണോ, പ്രാർത്ഥിച്ച് മടുത്തു, ഞാനിതെല്ലാം കൂടി മടുത്തു, എനിക്ക് പ്രതീക്ഷയില്ല, അങ്ങനെ പറയുന്ന ഒരാളാണോ, എവിടെയെങ്കിലുമൊക്കെ വലിയൊരു വെല്ലുവിളിയുടെ മുമ്പിൽ തളർന്നിരിക്കുന്ന ഒരാളാണോ, അതെല്ലാം ദിവികാരുണ്യേശുവിലേക്കൊന്ന് കൊടുക്കുക. ഇപ്പോൾ തന്നെ കൊടുക്കുക. ദൈവമേ, എൻ്റെ വിഷയം ഇതാണ്, ഞാനിത് അങ്ങേ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ, കുടുംബങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ഈ ദിവികാരുണ്യേശുവിലേക്ക് കൊടുക്കുന്നു. നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ആഗ്രഹിക്കുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. എവിടെയെല്ലാം 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും വന്നു ചേരും. അങ്ങനെയെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ, ഒന്ന് ആരാധിച്ചു തുടങ്ങാമോ, ഒന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാമോ, അധരം തുറന്ന് സാധിക്കുന്നിടത്തോളം ശബ്ദത്തിലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ. ഇതാ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ നിങ്ങളുടെ മേൽ വരുന്നു. രോഗങ്ങളിലുടെ മേൽ സൗഖ്യമായി അത് വരുന്നു. പ്രതിസന്ധികളുടെ മേൽ ഉത്തരമായി വരുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം എല്ലാവരും അധരത്തെ തുറന്ന്, ഒന്ന് മനസ്സ് തുറന്ന്, ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നു ചേരുന്ന സമയം, നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുന്ന സമയം, നിങ്ങളുടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടുന്ന സമയം, നിന്റെ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ എല്ലാ പ്രതിസന്ധികളും മാറ്റുന്ന സമയം, മക്കളിലേക്ക് അനുഗ്രഹം വ്യാപരിക്കുന്ന സമയം, ജോലിയിലെ തടസ്സങ്ങൾ മാറുന്ന സമയം, രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ സംഭവിക്കുന്ന സമയം, വലിയ വെല്ലുവിളികൾ മാറുന്ന സമയം, ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ വെളിപ്പെടുത്തുന്ന സമയം. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ദൈവമേ, നന്ദി പറയുന്നു. ഈ കുടുംബത്തെ ഓർത്ത്, ഈ വ്യക്തികളെ ഓർത്ത്, ദൈവമേ, ഈ നിയോഗത്തെ ഓർത്ത് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നിയോഗം ഏൽപ്പിച്ചു തരുന്നു. ആ നിയോഗം സമർപ്പിക്കുന്നു. ആ നിയോഗത്തെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഈ അവസരം നൽകിയ ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. ദൈവ കൃപ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്.
ഈ താളത്തോടുകൂടെ പാടുന്നവൻ പ്രാർത്ഥിക്കുന്നു ഇരട്ടിയായി എന്നാണ്. നമുക്ക് ഈ പാട്ടിൻ്റെ വരികൾ ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ഒന്നിച്ച് നമ്മൾ ആരാധിക്കാം. നിങ്ങളുടെ കുടുംബത്തെ ഈ ആരാധനയെ ചേർത്ത് നിർത്തുന്നു. ആരൊക്കെയാണോ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് അവരെല്ലാം ഒരു കുടുംബം പോലെയായിരുന്നു, ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിലായിരുന്നു നല്ലവനായ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ചൊക്കെ പാടാം. നീ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്, നീ യാചിച്ചാൽ അവനെന്നും ഉത്തരം നൽകും. കരഞ്ഞാൽ കണ്ണീരൊപ്പും ദൈവമുണ്ട്, നീ വിളിച്ചാൽ വിളിപ്പുറത്തെത്തിയിടും അവൻ. വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്, നീ യാചിച്ചാൽ അവനെന്നും ഉത്തരം നൽകും. നീ കരഞ്ഞാൽ കണ്ണീരൊപ്പും ദൈവമുണ്ട്, നീ വിളിച്ചാൽ വിളിപ്പുറത്തെത്തിയിടും അവൻ. വിശ്വസിക്കുന്നു. കർത്താവാം ദൈവത്തിൽ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ കാണും നീ നിശ്ചയം. വിശ്വാസത്തിൽ നീ ഉറച്ചു നിന്നാൽ എത്തിക്കും ദൈവം നിന്നെ സ്വർഗരാജ്യത്തിൽ. കർത്താവാം ദൈവത്തിൽ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ കാണും നീ നിശ്ചയം. വിശ്വാസത്തിൽ നീ ഉറച്ചു നിന്നാൽ എത്തിക്കും ദൈവം നിന്നെ സ്വർഗരാജ്യത്തിൽ. നീ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട്, യാചിച്ചാൽ അവനെന്നും ഉത്തരം നൽകും. നീ കരഞ്ഞാൽ കണ്ണീരൊപ്പും ദൈവമുണ്ട്, വിളിച്ചാൽ വിളിപ്പുറത്തെത്തിയിടും അവൻ. സംഭവിക്കട്ടെ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നു. ഇപ്പോൾ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും യേശുവേ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഈ ആരാധനയിൽ നിങ്ങളുണ്ട്, ഈ ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ഈ ദൈവത്തിന് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും ആവശ്യങ്ങളും അറിയാം. വിശ്വസിക്കുന്നു. ദൈവം വിശ്വസ്തനാണ്. സന്തോഷത്തോടെ പ്രതീക്ഷയോടെ എല്ലാവരും ചേർന്ന് ഒന്ന് ആരാധിച്ചു പാടുന്നേ. നിന്നെ കാക്കുവാൻ കരുതുവാൻ കരുത്തുള്ളവൻ, താങ്ങുവാൻ ശക്തനായും കൂടെയുണ്ട്. തകർച്ചയിൽ നിന്നും അവൻ കരകയറ്റും, കൂരിരുട്ടിൽ നിന്നും അവൻ വഴി വിശ്വസിക്കുന്നു. കാക്കുവാൻ കരുതുവാൻ കരുത്തുള്ളവൻ, അങ്ങനെ തന്നെ താങ്ങുവാൻ ശക്തനായും കൂടെയുണ്ട്. വിശ്വസിക്കുന്നു. തകർച്ചയിൽ നിന്നും അവൻ കരകയറ്റും, എന്നെ കൂരിരുട്ടിൽ നിന്നും അവൻ വഴി നടത്തും. ചേർന്ന് പാടുന്നു. കർത്താവാം ദൈവത്തിൽ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ കാണും നീ നിശ്ചയമായും. വിശ്വാസത്തിൽ നീ ഉറച്ചു നിന്നാൽ എത്തിക്കും ദൈവം നിന്നെ സ്വർഗരാജ്യത്തിൽ. കർത്താവാം ദൈവത്തിൽ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ കാണും നീ നിശ്ചയം. അത്ഭുതങ്ങൾ കാണും. വിശ്വാസത്താൽ നീ ഉറച്ചു നിന്നാൽ എത്തിക്കും ദൈവം നിന്നെ സ്വർഗരാജ്യത്തിൽ. വിശ്വസിക്കുന്നു. കർത്താവാം ദൈവത്തിൽ വിശ്വസിച്ചാൽ കരങ്ങൾ അല്പം നീട്ടിപ്പിടിച്ച് അത്ഭുതങ്ങൾ കാണും നീ നിശ്ചയം. പാടുന്നത് സംഭവിക്കട്ടെ. വിശ്വാസത്തിൽ നീ ഉറച്ചു നിന്നാൽ പറഞ്ഞത് എത്തിക്കും ദൈവം നിന്നെ സ്വർഗരാജ്യത്തിൽ. വിശ്വസിക്കുന്നു. ഈ പാടിയത് കർത്താവാം ദൈവത്തിൽ വിശ്വസിച്ചാൽ അതുപോലെ തന്നെ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ കാണും നീ നിശ്ചയം. പാടിയതുപോലെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പാടിയതുപോലെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പാടിയതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. പാടിയതുപോലെ നിങ്ങളുടെ നിയോഗങ്ങളിൽ സംഭവിക്കട്ടെ. പാടിയതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ സംഭവിക്കട്ടെ. ഉറച്ചു നിന്നാൽ എത്തിക്കും ദൈവം നിന്നെ സ്വർഗരാജ്യത്തിൽ. പറഞ്ഞേ എല്ലാവരും ഒന്ന് കൂടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന നിമിഷങ്ങളാക്കി ഇത് മാറ്റണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ ഇടവരട്ടെ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ദൈവ സാന്നിധ്യം വന്ന് നിറയുന്നതിന് നന്ദി പറയുന്നു. നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും, നന്ദി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ.
ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പാടുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇപ്പോൾ പാടിയതുപോലെ സംഭവിച്ചു എന്ന് പറയാൻ ദൈവം നിങ്ങൾക്ക് നല്ലൊരു അവസരം തരും. ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവം കരം പിടിക്കുന്ന സമയമാണ്. അതൊരു ടേണിംഗ് പോയിൻ്റായി മാറും. ഒത്തിരി പേരുടെ ജീവിതത്തിൽ പറയാറില്ലേ, അന്ന് ഞങ്ങൾ അതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചതാണ്, ആരാധിച്ചതാണ് ഞങ്ങളുടെ ജീവിതം മാറാൻ ഇടയായത്. നമുക്കൊരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥനയുള്ളൊരു അന്തരീക്ഷത്തിലിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവമാണ് മറുപടി തരുന്നത്. ഇവിടെ നിൽക്കുന്ന ഞാനല്ല പ്രധാനപ്പെട്ടത്, ഇപ്പോൾ നിങ്ങളെ കാണുന്ന ദൈവ സാന്നിധ്യമാണ് പ്രധാനപ്പെട്ടത്. ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ സ്വരത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾ കേട്ടാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ഈ ആരാധനയിൽ ഭക്തിയോടെ പങ്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ പ്രധാനപ്പെട്ട നിയോഗത്തെ ഒന്നോ രണ്ടോ, അതൊരു പക്ഷേ നിങ്ങളുടെ മനസ്സിലായിരിക്കാം, അല്ല ഒരു പേപ്പറിൻ്റെ രൂപത്തിൽ എഴുതി കൈപിടിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ ദൈവ സാന്നിധ്യത്തിലിരുന്ന് നിങ്ങൾ തന്നെ അത് മനസ്സിലിങ്ങനെ പറയണം. എൻ്റെ വീടിൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ കുടുംബം അഭിമുഖീകരിക്കുന്ന വിഷയം ഇതാണ്, എൻ്റെ മക്കളെക്കുറിച്ചുള്ള എൻ്റെ പ്രാർത്ഥനയാണിത്, എൻ്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടൊരു പ്രാർത്ഥനയാണിത്, എനിക്കൊരു നല്ല ജീവിതം വേണം, എനിക്കൊരു നല്ല മാനസാന്തരം വേണം, എനിക്കിങ്ങനെയൊന്നും പോയാൽ പോരെ, എനിക്ക് മാറണം. ആ നിയോഗത്തിൻ്റെ മേൽ പറയുമ്പോൾ നിങ്ങളുടെ വിരലുകൊണ്ട് ഒരു കുരിശടയാളം വരച്ച് യേശുവിൻ്റെ നാമത്തിൽ എനിക്കത് സാധിച്ചു കിട്ടുമെന്ന് ഈ TV സ്ക്രീനിൻ്റെയോ ആ സ്ക്രീനിലൂടെ ആയിരിക്കും നിങ്ങളിത് കാണുന്നത്. നിങ്ങൾ ആ യേശുവിനോട് പറയണം, വിശുദ്ധ കുരിശടയാളം വരച്ച് എൻ്റെ ഈ നിയോഗത്തെ, ഈ പ്രാർത്ഥനയെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ഞാൻ. യേശുവിൻ്റെ നാമത്തിൽ അത് സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയാറായില്ല, നിങ്ങളത് മനസ്സിൽ കൊണ്ടുവന്നേ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നിയോഗം ചിലപ്പോൾ രോഗത്തിൻ്റെ മേൽ ഒരു സൗഖ്യമായിരിക്കാം. അങ്ങനെയെങ്കിൽ ആ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിയോഗമായിരിക്കാം, അത് മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് വിശ്വാസത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പറയുമ്പം കുരിശു വരയ്ക്കണം. അതിനെ നിങ്ങൾ അടയാളപ്പെടുത്തി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവർ പറഞ്ഞു, 5000 പേരുണ്ട് ഇവിടെ, 5 അപ്പമേ ഉള്ളൂ. അവരുടെ കയ്യിൽ നിന്നെടുത്ത് യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ കാണിച്ച ആ മനസ്സാണ് അവിടെ അത്ഭുതത്തെ സൃഷ്ടിച്ചത്. 5 ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടും പിറുപിറുത്തോണ്ടും ഇരിക്കേണ്ടി വന്നേനെ. അത് വിശ്വാസത്തിലൊരു പ്രവൃത്തി നടന്നു. അത് യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഇതാ അതേ ദൈവത്തിൻ്റെ മുമ്പിലാണ്, യേശുവിൻ്റെ മുമ്പിലാണ് നിങ്ങളും ഇരിക്കുന്നത്. കരഞ്ഞുകൊണ്ടാകാം, സങ്കടത്തോടെ ആയിരിക്കാം, ചിരിക്കുന്നൊരു മുഖവും കരയുന്ന മനസ്സും നിങ്ങൾക്കുണ്ട്. പുറമേ നോക്കുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തിലാണ്. പക്ഷേ നിങ്ങളോട് അടുക്കുമ്പോൾ അറിയാം, എവിടെയൊക്കെയോ സങ്കടമുള്ളൊരു മനസ്സുണ്ട്. ആരെയും കാണിക്കാൻ ഇഷ്ടമില്ലാത്ത കരയുന്നൊരു മനസ്സുണ്ട്. സാരമില്ല, ദൈവം നിൻ്റെ മുഖം മാത്രമല്ല മനസ്സും കാണുന്നു. ആ നിമിഷം നിങ്ങളുടെ ആ നിയോഗത്തെ ഒന്ന് കരങ്ങളിൽ എടുക്കുകയോ വിശ്വാസത്തിൽ കൊടുക്കുകയോ ചെയ്തേ. ഒന്ന് പ്രാർത്ഥിച്ചേ, എൻ്റെ മക്കൾ, വഴിതെറ്റിപ്പോയ മക്കൾ തിരിച്ചു വരണം. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കണം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായി, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണം. ഞങ്ങൾക്ക് നല്ലൊരു വീടിലൊരു വീട് വേണം. ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ ഒരു വഴിയിലൊരു വഴി വേണം. ഞങ്ങൾക്ക് നല്ലൊരു വാഹനം ഇല്ല, വേണം. ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷ സമാധാനം ഇല്ല, ഞങ്ങൾക്കത് വേണം. അത് നിയോഗമാണ്. എന്നിട്ട് നിങ്ങളത് എഴുതിയ രീതിയിലില്ലേലും വിശ്വാസത്തിൽ ഒരു നിമിഷം കണ്ണുകളടച്ച് വിശ്വാസത്തിൽ ഒരു കുരിശടയാളം വരച്ചിട്ട് പറഞ്ഞ് അതിനെ നോക്കി, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ സമർപ്പിച്ചത് സാധിച്ചു കിട്ടും. 2-3 പ്രാവശ്യം അത് വിശ്വാസത്തിൽ പറഞ്ഞ് യേശു പറഞ്ഞു, നീ വിശ്വാസത്തോടെ ഈ മലയോട് ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞാൽ, അതിനോട് നീ പറയണം, പറഞ്ഞാൽ അത് അവിടെ നിന്ന് മാറും. മാറ്റം സാധ്യമാണ്. ചേഞ്ച് ഈസ് പോസിബിൾ. മാറ്റം സാധ്യമാണ്. ദൈവവചനം പറയുന്നു, മാറ്റം സാധ്യമാണ്.
നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ഇരിക്കുന്നത്. 10,000-കണക്കിന് നിയോഗങ്ങളാണ് കുരിശടയാളം വരച്ച് അടയാളപ്പെടുത്തി ദൈവമേ നിൻ്റെ കരങ്ങളിൽ തന്നത്. അത് ആശീർവദിക്കാം. യേശുവിൻ്റെ കയ്യിൽ അപ്പം കൊടുത്തപ്പോൾ ആ അപ്പത്തെ യേശു ആശീർവദിച്ചപ്പോൾ അതിന്മേലൊരു മാറ്റം. 5 എന്നുള്ള കണക്ക് മാറി. അത് 5000 പേർക്ക് കൊടുത്തിട്ട് മിച്ചം വരത്തക്ക വിധത്തിൽ അവിടെ ഒരു മാറ്റമുണ്ടായെങ്കിൽ ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലൊരു ആശീർവാദം കിട്ടാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ആശീർവാദം ദൈവം തരുന്നു. മനുഷ്യൻ തരുന്ന ആശീർവാദത്തെക്കാൾ 10 മടങ്ങ് ഇരട്ടി ശക്തിയുള്ള ആശീർവാദം ദൈവത്തിൽ നിന്ന്. ഒരു TV സ്ക്രീനിൻ്റെ സഹായത്തോടെയാണ് നിങ്ങൾ കാണുന്നെങ്കിലും ദൈവത്തിന് നിങ്ങളെ ഇപ്പോൾ ആശീർവദിക്കാൻ സാധിക്കും. ദൈവം നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ ആ അവസ്ഥയറിഞ്ഞ് അതിന്മേൽ, ആ നിയോഗത്തിൻ്റെ മേൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ ആയിരക്കണക്കിന് ആളുകൾ, ഈ കുടുംബങ്ങൾ, ശാലോം എന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും വിശുദ്ധ കുരിശടയാളം വരച്ച് യേശുവിൻ്റെ അധികാരമുള്ള ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആ നാമത്തിൻ്റെ ശക്തിയിൽ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ രോഗം സൗഖ്യമാകട്ടെ, വേദനകൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ. ഇതാ നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്ന സമയം, നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തെ മാറ്റുന്ന സമയം. കരങ്ങളെ ഉയർത്തി ആ നിയോഗത്തെ ഏൽപ്പിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കേവലം കേട്ടുകൊണ്ടിരുന്നാൽ പോരാ. അത് ദൈവകരങ്ങളിൽ അതിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്ന നിലകളിൽ അത് മാറുന്ന സമയമാണ്. ഇതൊരു മിറക്കിൾ സംഭവിക്കുന്ന സമയമാണ്. ചേഞ്ച് ഈസ് പോസിബിൾ. മാറ്റം സാധ്യമാണ്. ജീവിതത്തിലായാലും ഏത് നിയോഗത്തിലായാലും ദൈവം മാറ്റം കൊണ്ടുവരുന്ന സമയമാണ്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുന്നു. ദൈവത്തിൻ്റെ സൗഖ്യം ഇറങ്ങി വരുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തികൾ സംഭവിക്കുന്നു. ചേഞ്ച് ഈസ് പോസിബിൾ. മാറ്റം സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായി യാതൊരുവിധ കാര്യവുമില്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ, നിയോഗത്തെ ഏൽപ്പിക്കുന്നു, പ്രാർത്ഥനയെ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ ഇടപെടണമേ. സാക്ഷ്യമായി ഇത് മാറട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാവരും ചേർന്ന് അറിയാവുന്ന ഒരു പാട്ടാകാമല്ലായിരിക്കാം, എങ്കിലും ചേർന്ന് അറിയാവുന്ന പോലെയൊക്കെ ഒന്ന് പാടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള സമയമാണിത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നമുക്കുണ്ട്. ദൈവം നമ്മളെ കാണുന്നു. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന സമയം. ചേർന്ന് പാടാം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അറിഞ്ഞു പാടാമോ? അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. വിശ്വസിച്ച് ബുദ്ധിക്കതീതമത്യുത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യുത്ഭുതങ്ങളാൽ ദൈവം എന്നെ നടത്തുന്നു. എല്ലാവരും ചേർന്ന് സാധ്യമേ, എല്ലാ സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. വിശ്വസിച്ച് പാടാമോ? സാധ്യമേ, എല്ലാ സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. എല്ലാവരും ചേർന്ന് സാധ്യമേ, എല്ലാ സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധിക്കുമെങ്കിൽ കരങ്ങളെ തട്ടി, കരങ്ങളടിച്ച് എല്ലാവരും ഒന്ന് പാടണം. കേൾവിക്കാരായി, കാഴ്ചക്കാരായിട്ടല്ല ഇരിക്കേണ്ടത്. ആരാധനയിൽ ദൈവത്തോട് ചേർന്നിരുന്നേ. നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ മുഴുവൻ ഇതാ ദൈവ ശബ്ദം മുഴങ്ങുന്നു. നിങ്ങളുടെ വീട്ടിലുള്ളവർ ദൈവത്തിൻ്റെ ശബ്ദം കാതുകളിൽ കേൾക്കുന്നു. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ നിയോഗങ്ങളിൽ എത്തുന്ന സമയമാണ്. ഓരോ സെക്കൻഡിനും വിലയുണ്ട്. എല്ലാവരും ചേർന്ന് അർത്ഥമറിഞ്ഞ് ചേർന്ന് പാടാം. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും
തെല്ലും കുലുങ്ങുകയില്ലായി. എന്തൊക്കെ വിഷയമുണ്ടെങ്കിലും ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല. കാരണം ബുദ്ധിക്കദ്വൈതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കദ്വൈതമം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ അല്ല സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. നിയോഗം സമർപ്പിച്ച് പാടി. സാധ്യമേ അല്ല സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞേ, സാധ്യമേ സാധ്യമേ അല്ല സാധ്യമേ എന്നേശുവൻ കൂടെയുള്ളതാ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. സാധ്യമേ, ഇത് പ്രാർത്ഥനയാണ്, ഇത് ആരാധനയാണ്, ഇതൊരു വിശ്വാസമാണ്, ഇതൊരു ബോധ്യമാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് പാട്ടിന്റെ വരികളോട് ചേർന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ദൈവശക്തിയുടെ അടയാളങ്ങൾ ഉണ്ടാകട്ടെ, ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥിച്ച നിയോഗങ്ങൾ ഇപ്പോൾ തന്നെ സാധിച്ചു കിട്ടാൻ ഇടവരട്ടെ. പരിശുദ്ധാത്മാവേ, എല്ലാവരും പാടി പ്രാർത്ഥിച്ച്, സ്തുതിക്കാൻ പറ്റുന്നവർ സ്തുതിച്ച്, പാടാൻ പറ്റുന്നവർ പാടിയേ, പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പോലെ പ്രാർത്ഥിച്ച്. കർത്താവേ, ഈ ജനത്തെ ഏറ്റെടുത്ത് അനുഗ്രഹമാക്കുന്നതിന് നന്ദി പറയും, നന്ദി പറയും. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ച്, എല്ലാവരും ചേർന്ന് സാധ്യമാക്കുന്നവൻ പറഞ്ഞേ, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്നവൻ ശക്തിയോടെ വിശ്വാസത്തോടെ. യേശുവേ സർവശക്തനെ, നീ മാത്രം എന്നാശ്രയം. പറഞ്ഞേ യേശുവേ സർവശക്തനെ, നീ മാത്രം എന്നാശ്രയം. സാധ്യമേ യേശുവേ എന്നേശുവേ, നീ മാത്രം എന്നാശ്രയം. പറഞ്ഞേ, യേശുവേ എന്നേശുവേ, നീ മാത്രം എന്നാശ്രയം. എല്ലാം സമർപ്പിച്ചൊരിക്കൽ കൂടി സ്തുതിക്കും, പാട്ടിനോട് ചേർന്ന് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഓരോ കുടുംബങ്ങളും ഇപ്പോൾ ദൈവത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനും സൗഖ്യത്തിനും കാരണമാകട്ടെ. തലമുറകളുടെ വിശുദ്ധീകരണം സംഭവിക്കട്ടെ. അനേകർ ദൈവത്തിലേക്ക് അടുക്കുവാൻ ഇടവരട്ടെ. ദൈവ സാന്നിധ്യത്തിന്റെ തണൽ അനുഭവിക്കാൻ സാധിക്കട്ടെ. സാധ്യമാക്കുന്ന ഒരു ദൈവം അസാധ്യ കാര്യങ്ങളെന്ന് വിധി എഴുതിയതിന്റെ മേൽ ദൈവത്തിന്റെ സാധ്യത. കർത്താവെ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണം. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കുന്നതിന്, അനേകം കുടുംബങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതിന്, രോഗങ്ങൾ സൗഖ്യമാക്കുന്നതിന് നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, 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 നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി. ഇന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ കഴിയും ദൈവത്തിൻ്റെ ഒരു ചലനം നിങ്ങളുടെ ജീവിതത്തിലും നിയോഗത്തിലെല്ലാം സംഭവിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമാണ്. ഒരു നല്ല വിശ്വസിക്കുന്ന ഒരാളെന്നോട് പറഞ്ഞു, ഇൻ എവറി പ്രോബ്ലം ദെയർ ഈസ് എ സ്പേസ് ഫോർ എ മിറക്കിൾ. എല്ലാ പ്രശ്നങ്ങളിലും എന്തു ആയിക്കൊള്ളട്ടെ, അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്കൊരു സ്പേസ് ഉണ്ട്. ഇൻ എവറി പ്രോബ്ലം ദെയർ ഈസ് എ സ്പേസ് ഫോർ എ മിറക്കിൾ. നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടോ? അവിടെ ഒരു അത്ഭുതത്തിനൊരു സ്പേസ് ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. എന്ത് ക്രിട്ടിക്കലായിട്ടുള്ള വിഷയമായിക്കൊള്ളട്ടെ നിങ്ങളുടേത്, ദൈവത്തിന് നിങ്ങളിലൊരു അത്ഭുതം ചെയ്യാൻ കഴിയും. ഇപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരെയും പ്രാർത്ഥനയോടെ ചേർത്ത് വയ്ക്കുന്നു. ഈ ജപമാല സഖ്യത്തിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ടാകാം, ഉണ്ട്. ഇനിയും ആളുകൾ വിളിക്കാറുണ്ട്. അവരെല്ലാം ഒരാളെപ്പോലും ഒരു കാരണത്തിൻ്റെ പേരിലും മാറ്റി നിർത്താതെ, സഭാവ്യത്യാസമില്ലാതെ, ജാതിമത വ്യത്യാസമില്ലാതെ
എല്ലാവരെയും ഒരുപോലെയാണ്. കാരണം ദൈവത്തിന് മുഖം നോട്ടമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വചനം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആ വചനത്തിലൂടെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതാണ് നിങ്ങളുടെ കൈകളിൽ ദൈവത്തിൻ്റെ വചനം, വേദപുസ്തകം, ബൈബിൾ ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങളുടെ മടിയിൽ തുറന്നു വയ്ക്കുക. നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം എത്ര ദൂരത്തിരുന്നാ കേൾക്കുന്നതിലും വിശ്വാസത്തിൽ ഏറ്റെടുത്താൽ അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, ഒരു മാറ്റം കൊണ്ടുവരാൻ ദൈവത്തിന് സാധ്യമാണ്. വിശ്വസിക്കുക, സാധ്യമാണ്. ഇത് നിന്നോട് തന്നെയാണ് ഇത് പറയുന്നത്. ജോലിയില്ലാതെ വിഷമിക്കുന്ന നിന്നോട്, കുടുംബത്തിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തകർന്നിരിക്കണം, ജീവിക്കണോ മരിക്കണോ എന്ന് ചിന്തിക്കുന്ന നിന്നോടാണിത് സംസാരിക്കുന്നത്. തകർന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സൈഡിൽ നിൽക്കുക, ലാസ്റ്റ് ഇനി ഇങ്ങോട്ടില്ല, അവിടെ നിൽക്കുന്ന നിന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. മാറ്റം സാധ്യമാണ്. ദൈവം ഈ ലോകത്തെ തന്നെ മാറ്റിയത് എന്തുകൊണ്ടെന്നറിയാമോ? ഗോഡ് ചേഞ്ച്ഡ് ദിസ് വേൾഡ് ത്രൂ ഹിസ് വേർഡ്. അങ്ങനെയാണ് ദൈവം ഈ ലോകത്തെ മാറ്റിയതും ഈ കുഞ്ഞു വചനത്തിലൂടെയാണ്. ഗോഡ് ചേഞ്ച്ഡ് ദിസ് വേൾഡ് ത്രൂ ഹിസ് വേർഡ്. ദൈവം തൻ്റെ വചനത്തിലൂടെയാണ് ഈ ലോകത്തിന് നമ്മൾ ഇന്ന് കാണുന്ന ഭംഗി കൊണ്ടുവന്നത്. ലോകത്തെ മാറ്റാൻ ഈ വചനം കൊണ്ട് സാധിക്കുമെങ്കിൽ നിൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ അത്ഭുതം കൊണ്ടുവരാൻ, മാറ്റം കൊണ്ടുവരാൻ ദൈവത്തിന് സാധ്യമാണ്. മനസ്സിലൊന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിക്കുന്നു, അതെനിക്കുള്ളതാണ്, ഞാനത് വിശ്വസിക്കുന്നു, എൻ്റെ കുടുംബത്തിനുള്ളതാണ്. ആമേൻ പറഞ്ഞത് സ്വീകരിക്കുക. ബൈബിൾ എടുക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യം ഒരു ചേഞ്ചിനെ കുറിച്ചാണ്. കടലിനെ ശാന്തമാക്കുന്ന ഒരു മാറ്റം. ആർക്കും സാധ്യമല്ലാത്ത, ലോകത്തിലൊരു മനുഷ്യനും കഴിയാത്തത് ദൈവം ചെയ്യുന്നൊരു ഭാഗമാണിത്. ഞാനത് വായിക്കാം. 35-ാമത്തെ വാക്യം. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഞാൻ പോവാന്നല്ല, നമുക്കെല്ലാവർക്കും കൂടെ അക്കരെ വരെ ഒന്ന് പോകാം. അവർ ജനക്കൂട്ടത്തെ പറഞ്ഞു വിട്ടു. അടുത്ത വാക്ക് ഗൗരവത്തോടെ കേൾക്കൂ. അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. സാധാരണ നിലയിലാണ് ആ യാത്ര തുടങ്ങിയത്. പക്ഷെ കണക്ക് കൂട്ടലുകൾ ആ യാത്രയിൽ തെറ്റിപ്പോയി. ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ഈ പുസ്തകത്തിൽ അത് എഴുതിയത്. ഇതെന്തിനാ എന്നെ കേൾപ്പിക്കുന്നത്? കണക്ക് കൂട്ടലുകളും പ്ലാനുകളൊക്കെ തെറ്റിപ്പോയി എവിടെയൊക്കെ ഇരുന്ന് ആരൊക്കെയോ കേൾക്കുന്നുണ്ട്. കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പം തുടങ്ങിയതുപോലുള്ള യാത്ര പ്രശ്നമുണ്ടായി. 37-ാമത്തെ വാക്യം. അപ്പോൾ വലിയ ഒരു കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റുണ്ടായി എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ അടുത്തൊരു വാക്ക് ചേർത്തിട്ടുണ്ട്, വലിയ. കൊടുങ്കാറ്റ് തന്നെ പ്രശ്നക്കാരനാണ്. നല്ലൊരു കാറ്റടിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ്. കൊടുങ്കാറ്റൊന്നുമല്ല നമ്മൾ കണ്ടിട്ടുള്ളത്, സാധാരണ കാറ്റാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു വലിയ കൊടുങ്കാറ്റ്. അവിടെ ഒരു അഡ്ജക്റ്റീവാണത്, വലിയ കൊടുങ്കാറ്റ്. എല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന, മരങ്ങളെ എറിഞ്ഞു കളയുന്ന, കെട്ടിടങ്ങളെ വീഴ്ത്താൻ കഴിവുള്ള വലിയൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. അത് തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞ് അടിച്ചു കയറിയെന്ന്. അപ്പോൾ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താണ് ഇതിന് ചില ഉത്തരം ആവശ്യമാണ്. ആഞ്ഞടിച്ചു കയറിയാൽ സഞ്ചരിക്കുന്നത് ടൈറ്റാനിക് പോലുള്ള വലിയ കപ്പലിലൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള ചെറിയൊരു വള്ളത്തേലാണ്. കൊടുങ്കാറ്റടിക്കുമ്പോൾ വലിയ കെട്ടിടങ്ങളെ വരെ മറിച്ച് കളയാൻ കഴിവുള്ള ഈ കാറ്റിന് ഇത്രയ്ക്കിത്രയും നീളവും വലിപ്പമുള്ള ഒരു വള്ളത്തെ ആഞ്ഞടിച്ചു എന്നെഴുതിയാലും മറിക്കാനോ കറക്കി ചുഴറ്റി എറിഞ്ഞു കളയാനോ സാധിച്ചില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇത്രയും വലിയ കാറ്റിനും പ്രതിസന്ധിക്കും, ആഞ്ഞടിച്ചിട്ടും വലിയ കൊടുങ്കാറ്റായിരുന്നിട്ടും പ്രതിസന്ധികളുണ്ടായി, സത്യമാണ്. പേടി സംഭവിച്ചു, സത്യമാണ്. പക്ഷെ അതിനെ മറിച്ചു കളയാൻ, അതിനെ എറിഞ്ഞു കളയാൻ സാധിച്ചില്ല. ഇതേ പ്രശ്നം വേറൊരു വള്ളത്തിലാണ് ഉണ്ടാകുന്നെങ്കിൽ ആ വള്ളം പിന്നെ ഉണ്ടാവത്തില്ല. അതിലെ മനുഷ്യരും വെള്ളത്തിനടിയിലാവും. അതേ പ്രശ്നം വേറൊരു വള്ളത്തിലാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രതിസന്ധിക്ക് ഒത്ത നടുവിലും ഒരാൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആരാണ് അവരുടെ കൂടെയുള്ളത്? എഴുതിയിട്ടുണ്ട്, യേശു അതിൻ്റെ അമരത്തുണ്ടായിരുന്നു. സെൻറ്ററിൽ പ്രധാനപ്പെട്ടൊരു ഭാഗത്ത് തന്നെ യേശു ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, വെല്ലുവിളിയാണ്. എന്നിട്ടും നിങ്ങളെന്താ തകർന്നു പോകാത്തത്? എന്തേ വീണു പോകാത്തത്? എന്തേ നാലും ചതറി പല വഴിക്കായി പോകാഞ്ഞത്? നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല.
ഈ പ്രതിസന്ധിക്ക് നടുവിലും നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും വരെ നിങ്ങളെ വല്ലാതെ ഒറ്റപ്പെടുത്തി മിണ്ടാനോ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാൻ പോലും ആരും തയ്യാറാകാതിരുന്ന സമയത്തും ദൈവം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ യാത്രയിൽ യേശുവിൻ കൂടെയുള്ള യാത്ര, അങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട്, യേശുവിൻ കൂടുള്ള യാത്ര. ആ യാത്രയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിൻ്റെ 4 വരികൾ ഈ യാത്ര ഒന്ന് കണ്ണുകളടച്ചൊന്ന് കേൾക്കുകയാണ്. വചനം നിർത്തിയിട്ടില്ല, പക്ഷേ ഈ 4 വരികൾ ഈ ഭാഗം കണ്ടിട്ട് എഴുതിയൊരു പാട്ടാണ്. യേശുവിൻ്റെ കൂടെയുള്ള യാത്ര. ഈ യാത്രയിലാണ് നമ്മളും ഉള്ളത്. ഇപ്പോൾ ഈ ദീപികാരൻ ആരാധന ഇരിക്കുമ്പം നമ്മളും ദൈവത്തോടു കൂടെയുള്ളൊരു യാത്രയാണ്. പ്രശ്നമുണ്ട്, ശരിയാ. പ്രതിസന്ധിയുണ്ട്, ശരിയാ. ഒറ്റപ്പെടലുണ്ട്, ശരിയാണ്. മുങ്ങിപ്പോകുന്ന, തകർന്നു പോകാൻ സാധ്യതയുള്ളൊരു വിഷയത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. മൂക്കോളം എത്തിയാലും മുങ്ങിയല്ല കേട്ടോ. മൂക്കോളം എത്തിയാലും മുങ്ങില്ല. എന്താ മൂക്കോളം എത്തുക എന്ന് പറഞ്ഞാൽ അതിവിടെയാണ്. മുങ്ങാനിനി സെക്കൻഡുകൾ സമയം പോലും വേണ്ട, പക്ഷെ മുങ്ങത്തില്ല. കാരണം നിൻ്റെ കഴിവുകൊണ്ടല്ല, നിൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. കണ്ണുകളടച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ഗായകൻ പാടുന്ന 4 വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എൻ്റെ ജീവിതവും കർത്താവ് ഇതുപോലൊരു യാത്രയാണ്. എനിക്കറിയില്ല എൻ്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മാറുമെന്ന്. വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് വരികൾ ശ്രദ്ധിക്കാം. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്ന ഭയമില്ലായി. യേശുവിൻ കൂടുള്ള യാത്ര, യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആനന്ദമാണ്. ആ മാറോടു ചേർന്നിരുന്ന പേടി വേണ്ട, ഭയമില്ലായി. അടുത്ത വരികൾ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും, മാധുര്യമേറും മൊഴികളും തൻ സ്നേഹമെന്നോടു പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വിടുകയില്ല, മടുത്തു മാറില്ല, മടുത്തു മാറുകയില്ല. പിന്നെ എന്തു ചെയ്യും? അന്ത്യം വരെ ആ ചൂടുമതി. യേശുവിൻ്റെ, യേശുവിൻ്റെ പറഞ്ഞേ, കൂടെ മതി, കൂടെ മതി. അന്ത്യം വരെ, അന്ത്യം വരെ ആ ചൂടുമതി. യേശു എൻ്റെ, യേശുവിൻ്റെ കൂടെ മതി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഈ വചനഭാഗം ഈ പാട്ടും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്, ഭയങ്കര ഒരു കണക്ഷനുണ്ട്. ഇനി അടുത്ത വാക്ക് ഇങ്ങനെയാണ്: വലിയ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകൾ ആഞ്ഞടിച്ചു. അപ്പോൾ എഴുതിയിട്ടുണ്ട് സായാഹ്നമാണെന്ന്, ഇരുട്ടാണ്, ആകെ ഒരു പ്രതിസന്ധിയിൽ പെട്ടുപോയൊരു സമയമാണ്. അവിടെ എഴുതിയിട്ടുള്ളൊരു വാക്കുണ്ട്, എന്തെന്നറിയാമോ? യേശു അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. യേശു അവിടെ ഉണ്ടായിരുന്നു, യേശു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളോടും നിങ്ങളെ കണ്ടുകൊണ്ട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് പറയട്ടെ, ദൈവം നിൻ്റെ കൂടെയുണ്ട്, ദൈവം നിൻ്റെ കൂടെയുണ്ട്. എൻ്റെ യോഗ്യത കൊണ്ടോ നമ്മുടെ യോഗ്യത കൊണ്ടോ ഒന്നുമല്ല, എന്തോ ദൈവം നിൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കടാക്ഷമുണ്ട്. നിൻ്റെ ജീവിതം മറിഞ്ഞു പോകില്ല, നിൻ്റെ ജീവിതം മുങ്ങത്തില്ല. അതുപോലൊക്കെ തോന്നും, എല്ലാം കൈവിട്ടുപോയി, കയ്യിൽ നിന്ന് പോയെന്നൊക്കെ തോന്നും. ഇനി എൻ്റെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. യേശു ബൈബിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ശിഷ്യന്മാർ, ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ ഗൗനിക്കുന്നില്ലേ? ആ വാക്കെന്താ? ഒരു നല്ല വാക്കല്ലല്ലോ അത്. നശിക്കാൻ പോവുക, അത് അത്ര നല്ല മലയാള വാക്കല്ല. അവർക്ക് തോന്നിയ ഫീലിംഗ് കറക്റ്റാണ്. ആ പ്രതിസന്ധിയിൽ അവർക്ക് തോന്നി എല്ലാം തീരാൻ പോവുകയാണ്, കയ്യിൽ നിന്ന് പോയി, നശിക്കാൻ പോവുകയാണെന്ന്. ഇവിടെ ശ്രദ്ധിക്കുക, എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പ് ഇരിക്കുന്ന നിങ്ങളും പറയും, ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും പോയതാണ്. അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ആഞ്ഞടിച്ച് കയറുന്നത്, അത്രയും വലിയ തിരമാലയല്ലേ ഉയർന്നു വരുന്നത്. അപ്പുറത്ത് കാണാൻ പറ്റാത്ത നിലയിലാണ് തിരമാല വരുന്നത് കണ്ടിട്ടില്ലേ? അത് ഉരുണ്ട് മറിഞ്ഞു വരുമ്പം അപ്പുറഭാഗം മറിഞ്ഞു പോകും. അപ്പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റാത്ത ഇരുട്ടും ശൂന്യതയുമായി. ഒന്നാമത് എഴുതിയിട്ടുണ്ട്, സന്ധ്യ കഴിഞ്ഞ സമയമാണ്, ഇരുട്ട് കയറി. പ്രകൃതിയിൽ മാത്രമല്ല ഇരുട്ട്, ഇവരുടെ ജീവിതത്തിൻ്റെ അകത്തേക്കും ബാധിച്ചു ഇരുട്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ നശിക്കാൻ പോവാണ്.
നീ അത് ഗൗനിക്കുന്നില്ലേ? ഇതാരാ പറഞ്ഞത്? ശിഷ്യന്മാരാ പറഞ്ഞത്. അവർ പറയാൻ പാടില്ല. കാരണം ജനിച്ച കാലം തൊട്ട് കാണുന്നതാണ് കടൽ. ജനിച്ച കാലം മുതൽ കാർന്നോന്മാരായിട്ട് കടലിൽ പോകുകയും മീൻ പിടിക്കുകയും കാറ്റും തിരമാലയും പ്രതിഭാസങ്ങളെല്ലാം കണ്ടവരാണ്. ചെറിയ നിസ്സാരമായ കാറ്റും തിരമാലയൊന്നും കണ്ട് പേടിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാരുമല്ല ഇവർ. പക്ഷെ ഇവർ പേടിച്ച് കാരണമെങ്കിൽ അന്നേരത്തെ പ്രതിസന്ധി ഇവരുടെ മുമ്പിൽ ഇവരെന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു പ്രതിസന്ധിയാണ്, ഇന്ന് വരെ നേരിടാത്തൊരു പ്രശ്നമാണ്. അതുകൊണ്ട് അവർ പറഞ്ഞത് ഞങ്ങളിൽ ജീവിതം തീർന്നു. പക്ഷെ ഒരു പാട്ടുകാരൻ പറഞ്ഞൊരു വാക്കുണ്ട്, വിശ്വസ്തനാണ് ദൈവം. ആരാ വിളിച്ച് ഈ വള്ളത്തിലേക്ക് കയറ്റി നമുക്ക് അക്കരയ്ക്ക് പോകാൻ ആരാ പറഞ്ഞത്? യേശുവാണ് പറഞ്ഞത്. ആ വിളി കേട്ടിട്ടാണ് ഇറങ്ങിയത്. നിങ്ങളോട് ദൈവത്തിൻ്റെ വാക്ക് നിങ്ങളുടെ കുടുംബത്തോട് പറയാം, ദൈവം വിശ്വസ്തനാണ്. വിളിച്ച ദൈവം, നിങ്ങളെ കാണുന്ന ദൈവം വിശ്വസ്തനാണ്. എന്നെ വിശ്വസ്തയോടെ പരിപാലിക്കുന്ന ദൈവമുണ്ട്. അടുത്ത കാര്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർ വിളിച്ചുണർത്തി പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ കാറ്റടിച്ചിട്ടും ഈ കാറ്റിൻ്റെ തിരമാല കൊണ്ട് ഉപ്പുവെള്ളം അടിച്ചു കയറി ദേഹം മുഴുവൻ നനച്ചിട്ടും ഒരാൾ കിടന്ന് ഉറങ്ങുകയാണ്. ഈ സാധാരണ ഒരാൾ ഉറങ്ങുമ്പോൾ ഇച്ചിരി വെള്ളം തൊട്ട് അന്നേരം എഴുന്നേക്കും. ഒരു ചെറിയ വെള്ളം മേത്ത് തൊടുമ്പോൾ അന്നേരം ആ ഒരു തണുപ്പ് വരുമ്പോൾ എഴുന്നേക്കും. ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ട് യേശു എഴുന്നേറ്റിട്ടില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ യേശു എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു സ്ഥലത്തിരുന്ന് പിറുപിറുത്തോടിരുന്നിട്ട് കാര്യമില്ല. ഒന്ന് എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിച്ചേ. എന്തു വലിയ വിഷയമാണെങ്കിൽ ഈ ആരാധനയൊന്ന് പങ്കെടുത്തേ, നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റു നിൽക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റു നിന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് യേശു ആ വള്ളത്തിൻ്റെ മേൽ എഴുന്നേറ്റു നിന്നു. ഇരുളേറും പാതയിൽ ഒന്നും കാണാൻ വയ്യാതെ വിഷമിക്കുമ്പോഴും ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റ് അവിടെ ഒരു മാറ്റത്തെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ സമർപ്പിച്ച എല്ലാ വിഷയത്തിലും ഇതുപോലൊരു മാറ്റമുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ പാട്ടുകാരനോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ഈ വരികൾ ശ്രദ്ധിച്ചൊന്ന് പാടിയേ. ഇരുളേറും പാതയിൽ, ഇരുളേറും പാതയിൽ വഴിയേതെന്നറിയില്ല, തിരയുയരും യാമത്തിൽ തീരമൊന്നും കാണില്ല. ഒന്നു ഞാൻ അറിയുന്ന വിളിച്ച ദൈവം വിശ്വസ്തൻ. പറഞ്ഞേ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ടു. ഒന്നു ഞാൻ അറിയുന്നു. ഒന്ന് പാടാമോ? ഒന്നു ഞാൻ അറിയുന്ന വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ടു. കാവൽ തിരുവെള്ളവും തോറ്റുപോകുമേ. യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. തിരുവെള്ളവും തോറ്റുപോകുമേ. യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. ഈ ആരാധനയുടെ സമാപന സമയം. ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രാർത്ഥന ഈ ജപമാല സഖ്യത്തിൽ പങ്കുചേർന്നവർ, അതോടെ ഈ ആരാധന ആരൊക്കെ പങ്കെടുത്തോ എല്ലാവരെയും, ശാലോമിൻ്റെ വലിയൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ആരാധനയിൽ പങ്കെടുത്തത്. എല്ലാവരെയും ചേർത്ത് വെച്ച് നമ്മൾ ഈ ആരാധന എടുത്തുയർത്തി ആശീർവദിക്കുമ്പോൾ പാട്ടുകാരൻ പറയും, ഇങ്ങനെ പാടും, ഒന്നു ഞാൻ അറിയുന്നു. അത് പറഞ്ഞു പാടുകയാണ്. ഒന്നു ഞാൻ അറിയുന്നു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒന്ന് പ്രാർത്ഥിച്ച് സകല നിയോഗവും സകല പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവകരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളൊരു സാക്ഷ്യം പറയാൻ തയ്യാറായിക്കൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സാക്ഷ്യം, ഒരു വിടുതലിൻ്റെ സാക്ഷ്യം, ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യം, എഴുതി തന്ന മുഴുവൻ നിയോഗങ്ങളും ഒന്നുപോലും മാറ്റിക്കളയാതെ എല്ലാം ചേർത്തുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. ഒന്ന് സ്തുതിച്ച് എല്ലാവരും ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ടു. കാവല ഒന്നു ഞാൻ അറിയുന്നെന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കൺമണി പോൽ കാക്കുന്നവൻ കൂടെയുണ്ടു. കാവല തിരുവെള്ളവും തോറ്റുപോകുമേ.
യേശുവിൻ കൈകൾ താങ്ങി നടത്തുമേ. ഒരിക്കൽ കൂടി നിങ്ങൾ ഈ ദിവ്യകാരുണ്യേശുവിലേക്ക് നോക്കുക, എന്നിട്ടൊന്ന് പ്രാർത്ഥിക്കുക. കുരിശടയാളം വരച്ച് നിങ്ങൾ സമർപ്പിച്ച ചില നിയോഗമുണ്ട്, അതെല്ലാം യേശു ഏറ്റെടുത്തിട്ടുണ്ട്. ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമീ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയുടെ ആശീർവാദം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനും നിങ്ങളുടെ കുടുംബത്തിലേക്കും വരികയാണ്. നിങ്ങളെ ഈശോ ആശീർവദിക്കുകയാണ്. ആ ഒരു വിശ്വാസത്തോടെ കരങ്ങളൽപ്പം നീട്ടിപ്പിടിച്ച് പ്രാർത്ഥനയോടെ ഈ ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.